देहि स्वराजने काഴ്ചവയ്ക്കാതന്മാരെ തന്നാൻ രക്ഷാസുഖം ക്ഷേമ നിന്നെ പോരായിരിക്കും. സ്തുതിച്ചോൾക സ്തുതിച്ചോൾക നിത്യരാജ സ്തുതിച്ചോൾക 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 സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. അരുമരക്ഷക, നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ലഭിച്ചിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ പെന്തക്കോസ്ത് കാലഘട്ടം നിന്റെ ആത്മാവിനാൽ നീ ഞങ്ങളെ നയിക്കണമേ. നീ വിളിച്ച് വേർതിരിച്ച ശിഷ്യഗണത്തെ പോലെ, പ്രത്യേകിച്ച് ബർന്നബാസിനെ പോലെ ജീവിക്കുവാൻ, ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ വെളിച്ചമായി ഈ ലോകത്തിൽ നീ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുവാനും ശോഭിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്നത്തെ ആരാധനയുടെ ആദ്യോടന്തം നിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ നാമസ്തുതിക്കായി ജ്ഞാനകീർത്തനങ്ങളിൽ 20-ാം കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 20. ഈ സമയത്ത് നമ്മുടെയൊക്കെ ഓഡിയോ മ്യൂട്ട് ആണെന്ന് ഉറപ്പുവരുത്തുക. ഹിം നമ്പർ 20. Amen.
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വാലിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണം ഇല്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും.
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. അതുകൊണ്ട് ചില നിമിഷങ്ങൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സമസ്ത അപരാധങ്ങളും നമുക്ക് ഓർക്കാം. ദൈവവുമായുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ, പ്രകൃതിയുമായുള്ള ബന്ധത്തിലൊക്കെ സംഭവിച്ചു പോയ വീഴ്ചകളെ നമുക്ക് ഓർക്കാം. ഒരുപക്ഷെ നമ്മൾ കമ്മിറ്റ് ചെയ്ത സിൻസ് ആകണമെന്നില്ല. ഇറ്റ് കുഡ് ബി സിൻസ് ഓഫ് ഒമിഷൻ, തിങ്സ് ദാറ്റ് വി ഷുഡ് ഹാവ് ഡൺ ബട്ട് വി ഹാവ് നോട്ട് ഡൺ. അതുകൊണ്ട് നമ്മൾ ചെയ്ത കർമ്മങ്ങളിലൂടെ ചെയ്തു പോയ പാപങ്ങളാണെങ്കിലും, നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്വങ്ങളിൽ കൃത്യവിലോപം നടത്തിയപ്പോൾ സംഭവിച്ചു പോയ പാപങ്ങളാണെങ്കിലും എല്ലാം ദൈവസേന നമുക്ക് ഏറ്റുപറയാം. നമ്മൾ ഓർക്കും, നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കുമോ? നമ്മളിപ്പോൾ കേട്ടതുപോലെ, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് പോലും യോഗ്യനല്ല എന്നവൻ പറയാൻ ഓടി വരുമ്പോൾ അവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു പിതാവിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. So with all confidence, let us confess all our sins. ആത്മാർത്ഥമായി സംഭവിച്ചു പോയ സമസ്ത പാപങ്ങളും നമുക്ക് ഏറ്റുപറയാം. പൊതുവിലുള്ള അനുതാപ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓഡിയോ മ്യൂട്ട് ആണെങ്കിലും നമുക്ക് ലീഡ് ചെയ്യുന്നവരുടെ സ്വരം കേട്ട് അതിനനുസരിച്ച് നമുക്കും ഈ പ്രാർത്ഥനകളിലും പാട്ടുകളിലും ഒക്കെ പങ്കുചേരാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. 95-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം 95. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചൊല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം അവനെ നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം 34 വായിക്കുന്ന വ്യക്തി അൺമ്യൂട്ട് ചെയ്ത് വായിക്കണമേ എന്ന് വിനീതമായി ഓർപ്പിക്കുന്നു. സങ്കീർത്തനം 34, സാംസ് 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയെ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം നൽകി, എന്റെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു.
യഹോവ നല്ലവൻ രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. മാനസമുകളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാണ്. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിർത്തിയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവനൊന്നും ഒഴിഞ്ഞു പോവുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിൽ ഇപ്പോഴും എന്നേക്കും പ്രകാരം തന്നെ. ആമേൻ. ഒന്നാം പാഠം, ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 29 verses 7 to 16. ഇന്നേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഇയ്യോബിന്റെ പുസ്തകം 29 അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ജോബ് 29 verses 7 to 16. ഞാൻ പുറപ്പെട്ട പട്ടണത്തിലേക്ക് പടിവാതിക്കൽ ചെന്നു. വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വായിക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് വിളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ് പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദമടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എന്റെ വാക്ക് കേട്ട് ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട് കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. നിലവിളിച്ച് എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. ഞാൻ നീതിയെ ധരിച്ചു, അത് എന്റെ ഉടുപ്പായിരുന്നു. എന്റെ ന്യായം ഉത്തരീയവും തലഭാവവും പോലെയായിരുന്നു. ഞാൻ കുരുടനും കണ്ണും മുടന്തന് കാലുമായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. നമുക്ക് സെഖറിയാവിന്റെ പാട്ട് വാക്യപ്രതി വാക്യമായി വായിക്കാം. ബെനഡിക്ടസ്, ലെറ്റ് us read responsibly. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്നവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടുവാകുന്നു. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്കും പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം, ലേഖന ഭാഗം Acts chapter 11 verses 19 to 26 and chapter 13 verses 1 to 3. The second reading is taken from Acts chapter 11 verses 19 to 26 and chapter 13 verses 1 to 3. Some of the believers who were scattered by the persecution which took place when Stephen was killed went as far as Phoenicia, Cyprus, and Antioch, telling the message to Jews only. But other believers, men from Cyprus and Cyrene, went to Antioch and proclaimed the message to Gentiles, also telling the good news about the Lord Jesus. The Lord's power was with them, and a great number of people believed and turned to the Lord. The news about this reached the church in Jerusalem, so they sent Barnabas to Antioch.
When he arrived and saw how God had blessed the people, he was glad and all to be faithful and true to the Lord with all their hearts. Barnabas was a good man, full of the Holy Spirit and faith, and many people were brought to the Lord. Then Barnabas went to Tarsus to look for Saul, when he found him, he took him to Antioch, and for a whole year the two met with the people of the church and taught a large group. It was at Antioch that the believers were first called Christians. In the church at Antioch there were some prophets and teachers: Barnabas, Simeon called the Black, Lucius from Cyrene, and Anne, who had been brought up with Herod, the governor, and Saul. While they were serving the Lord and fasting, the Holy Spirit said to them, "Set apart from me Barnabas and Saul to do the work to which I have called them." They fasted and prayed, placed their hands on them, and sent them off. Here ends the second reading. ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint Matthew, chapter 5, verses 13 to 16. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്ന് കൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഇത് ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് സഭയുടെ പാട്ട് ചിരിയം വാക്യപ്രതിവാക്യമായി വായിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയിലെല്ലാം വന്ദിക്കുന്നു. സകല ദേവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് കിരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടപെടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാർ ഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മോക്ഷയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരോടുകൂടെ എണ്ണിക്കൊള്ളണമേ. നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ചെന്നേക്കും അവരെ ഉയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് 288-ാം കീർത്തനം പാടാം. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ ഓഡിയോ ഒക്കെ മ്യൂട്ടാണ്. എങ്കിലും നമ്മൾ ഈ പാട്ട് കേട്ട് വി ഷുഡ് ജോയിൻ സിംഗിങ്. 288 നമ്മൾ സാധാരണയായി പാടുന്ന ഒരു പാട്ടല്ല, എങ്കിലും നമുക്ക് അറിയാവുന്ന പാട്ടാണ്. വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. ഈ പെന്തക്കോസ്റ്റ് കാലഘട്ടത്തിൽ ദൈവത്തിങ്കിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുമ്പോൾ കൂടുതൽ അടുക്കുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്ന ഒരു പാട്ടാണ്. ചേർന്ന് പാടാം ഹിം നമ്പർ 288.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പാപാതുരരായ ഞങ്ങൾ നിന്റെ കൃപാക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ ക്ഷണത്തെ ദുഷിക്കാതെ ത്യജിക്കാതെ നിന്റെ അൻപേറുന്ന സ്വരം കേൾക്കുവാൻ അടുത്തു വരികയാണ്. നീ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളും അടിയങ്ങൾ ഹൃദയങ്ങളിലെ വിചാരങ്ങളും എല്ലാം നിനക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവേശുവിൽ പ്രിയമുള്ളവരെ, ലണ്ടൻ, മാഞ്ചസ്റ്റർ, ഡബ്ലിൻ, ബെൽഫാസ്റ്റ് ഈ ഇടവകകളിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യം തന്നെ അറിയിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഡബ്ലിനും ലണ്ടനും ഹോസ്റ്റ് ചെയ്ത ആരാധനകളിൽ നാം പങ്കുചേർന്നു. ഇന്നത്തെ ആരാധന ഹോസ്റ്റ് ചെയ്യുന്നത് ബെൽഫാസ്റ്റ് ആണ്.
ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇത് പെന്തക്കോസ്ത് കാലഘട്ടമാണ്. പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ സഭയുടെ വളർച്ചയെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ കളർ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുകയുണ്ടായി. CSI സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു ദിനത്തിന്, പ്രത്യേകിച്ച് നാളത്തെ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട്. ശരിക്കും നമ്മൾ ഇക്കോളജിക്കൽ സൺഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. വേൾഡ് എൻവയോൺമെന്റ് ഡേ കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ് സാധാരണഗതിയിൽ ഇക്കോളജിക്കൽ സൺഡേ ആയി CSIയിൽ നാം ആചരിക്കുന്നത്. അതനുസരിച്ച് നാളെ ഇക്കോളജിക്കൽ സൺഡേ ആണ്. എങ്കിലും നമ്മുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയവും ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങളും ഇക്കോളജിക്കൽ സൺഡേയുമായി ബന്ധപ്പെട്ടുള്ളതല്ല. മറിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വിശുദ്ധ ബർണബാസിന്റെ ദിനമായിരുന്നു, ഡേ ഓഫ് സെയിന്റ് ബർണബാസ്. അതോടനുബന്ധിച്ചുള്ള ചിന്താവിഷയങ്ങളും അതോടനുബന്ധിച്ചുള്ള വേദഭാഗങ്ങളുമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്ക് സാധാരണയുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗത്തിന്റെ ഭാഗമായ CSI സഭയ്ക്ക് വിശുദ്ധന്മാരിലൊക്കെ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. We should be very clear on this aspect, I think. രണ്ട് എക്സ്ട്രീംസിലാണ് പലപ്പോഴും നമ്മൾ. CSI സഭയിലാണെങ്കിലും അല്ലെങ്കിലും ചിലരെങ്കിലും വിശുദ്ധന്മാരിൽ വിശ്വസിക്കുകയും വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുകയും വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ദാറ്റ്സ് വൺ എക്സ്ട്രീം. ദി അതർ എക്സ്ട്രീം, അതും ഇന്ന് വളരെ ഫെനറ്റിക് ആയി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും. ഇതൊന്നും നമുക്ക് വേണ്ട, റിച്വൽസ് വേണ്ട, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ വേണ്ട, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന മറ്റൊരു എക്സ്ട്രീം. ബട്ട് വാട്ട് ഈസ് ആക്ച്വലി അവർ പൊസിഷൻ? എന്താ നമ്മുടെ ഒരു തിയോളജിക്കൽ പൊസിഷൻ? നമ്മൾ നമ്മുടെ തിയോളജിക്കൽ പൊസിഷൻ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിങ്ങനെയാണ്: വിശുദ്ധന്മാരോട് നാം പ്രാർത്ഥിക്കുന്നില്ല. We don't pray to saints and we don't pray through saints. നമ്മൾ വിശുദ്ധന്മാരിലൂടെ പ്രാർത്ഥിക്കുന്നില്ല. ഏക മധ്യസ്ഥൻ യേശു മാത്രമാണ്. പക്ഷേ വിശുദ്ധന്മാരെ പോലെ ജീവിക്കുവാൻ, അവരുടെ മാതൃക പിൻപറ്റുവാൻ, അവരെ ഓർക്കുവാൻ, ദൈവത്തോട് ദൈവമേ അവരെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വി റിമെമ്പർ ദം, നമ്മൾ അവരെ ഓർക്കാറുണ്ട്. നമ്മുടെ എത്രയോ പള്ളികൾക്ക് വിശുദ്ധന്മാരുടെ പേരാണ്. സെയിന്റ് ബർത്തലോമായി, സെയിന്റ് ബർണബാസ്, സെയിന്റ് പോൾ, സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഇങ്ങനെ പേരുകളുള്ള എത്ര പള്ളികളാണ് നമുക്കുള്ളത്. ഞാൻ സാധാരണ ലിറ്റർജിക്കൽ സീസൺസിനെ കുറിച്ചും കലണ്ടറിനെ കുറിച്ചൊക്കെ ഓർപ്പിക്കുമ്പോൾ എടുക്കുന്ന ക്ലാസിന്റെ ഭാഗമായി പറയാറുള്ളൊരു സംഗതി ഇത്തരണത്തിൽ സാന്ദർഭികവശാൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ സ്റ്റോളിന്റെ നിറം പച്ചയാണ്. എന്നാൽ നമ്മുടെ ഇടവകകളിൽ ഒരു സെയിന്റിന്റെ ദിനത്തിലാണ് ആരാധനയെങ്കിൽ, ഒരു സെയിന്റിനെ സ്മരിച്ചുകൊണ്ടാണ് ആരാധനയെങ്കിൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ പേരിലാണ് നമ്മുടെ ഇടവക സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ സഭയിൽ ഇടവക ദിനം ആചരിക്കുന്നത് ആ വിശുദ്ധന്റെ തിരുനാളിലാണെങ്കിൽ ഈ സ്റ്റോളിന്റെ നിറം ഒന്നുകിൽ വെള്ളയായിരിക്കും അല്ലെങ്കിൽ ചുവപ്പായിരിക്കും. അതെന്താണ് ഒന്നുകിൽ വെള്ള അല്ലെങ്കിൽ ചുവപ്പ്? അതിനും കാരണമുണ്ട്. Everything has got a reason, and the reason is, if the saint is a martyr by blood, രക്തം ചൊരിഞ്ഞ് മരിച്ചതാണെങ്കിൽ നിറം ചുവപ്പായിരിക്കും, അല്ല എങ്കിൽ വെള്ളയായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. പള്ളത്തുള്ള നമ്മുടെ പള്ളിയുടെ പേര് സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്. സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എങ്ങനെയാ മരിച്ചത്? ശിരാച്ഛേദം, തല വെട്ടിക്കളഞ്ഞു, ചോര ചിന്തിയാണ് മരിച്ചത്. സോ സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആ ദിനത്തിലാണ് ഇടവക ദിനം ആചരിക്കുന്നതെങ്കിൽ നിറം ചുവപ്പായിരിക്കും. പക്ഷേ സെയിന്റ് ജോൺ മരിച്ചത് എങ്ങനെയാണ്? വെളിപാട് പുസ്തകമൊക്കെ എഴുതിയ സെയിന്റ് ജോൺ പത്മോസ് ദ്വീപിൽ എക്സൈലിലായിരുന്നു. രക്തം ചൊരിഞ്ഞല്ല, തീർച്ചയായിട്ടും ജീവിതം സാക്രിഫൈസ് ചെയ്ത വ്യക്തിയാണ്, പക്ഷെ രക്തം ചൊരിഞ്ഞല്ല മരിച്ചത്. അതുകൊണ്ട് നിറം വെള്ളയായിരിക്കും. So these are some of the important things that we need to understand as we join together in worship. That will make our worships more meaningful, I believe. ഇപ്പോൾ അതിനുള്ള സമയമല്ല, അതിലേക്ക് പ്രവേശിക്കുന്ന പറയാൻ ശ്രമിച്ചത്
ഇന്നത്തെ നമ്മുടെ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ബർണബാസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ള രണ്ട് വാക്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ബർണബാസിന്റെ ജീവിതത്തെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്ന് ഓർപ്പിക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. ഇത് നമ്മൾ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ചിന്തയാണ്. പക്ഷെ ഇതിനെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിനെ മനസ്സിലാക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറയും നമ്മൾ ഉപ്പ് പോലെ ആകണം. അതെന്താ ഉപ്പ് പോലെ ആവുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പെട്ടെന്ന് പറയും ഉപ്പ് ഭക്ഷണത്തിന് രുചി വരുത്തുന്നു, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് രുചി വരുത്തുന്നവരാകണം. ഉപ്പ് ഒരു ഹീലിംഗ് എലമെന്റ് അതിലുണ്ട്, അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്നവരാകണം. ഉപ്പ് ഒരു പ്രിസർവേറ്റീവ് ആണ്, അതുപോലെ നമ്മൾ ജീവിതത്തിൽ നല്ല നല്ല മൂല്യങ്ങൾ പ്രിസർവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ ശരിയാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ കാരണം because of the interpretation that the salt referred here is sodium chloride. നമ്മളെ കറിയിൽ ചേർക്കുന്ന ഉപ്പിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ധാരണയിലാണ്. അതൊരു പക്ഷെ ശരിയായിരിക്കാം. I don't challenge that. പക്ഷെ ഇന്ന് we are going to read that words going back to the Greek grammar. യവന ഭാഷയിൽ ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് ഗ്രാമറിലേക്ക് ഒന്ന് മടങ്ങിപ്പോയി ഈ വാക്യം നമുക്കൊന്ന് പുനർവിചിന്തനം ചെയ്യാം. We will try to reread these words. നമുക്കറിയാവുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട് കോസ്മോസ്, അല്ലെ? ഈ ലോകത്തെ മുഴുവൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് കോസ്മോസ്, കോസ്മിക്. അതൊരു ഗ്രീക്ക് വാക്കാണ് കോസ്മോസ്. പക്ഷെ ഇവിടെ ഈ വാക്യത്തിൽ ലോകത്തെ മുഴുവൻ സൂചിപ്പിക്കാനുള്ള കോസ്മോസ് എന്ന പദമല്ല വിശുദ്ധ മത്തായി ഉപയോഗിച്ചിരിക്കുന്നത്. കോസ്മോസ് എന്നതിന് പകരം ഗയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഗയ, ആ വാക്ക് നമ്മൾ മറന്നുപോയാലും അതിനർത്ഥം മറക്കരുത്. ഗയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മണ്ണാണ്, മണ്ണ്. നമ്മൾ ചുറ്റുപാടും കാണുന്ന ഫലഭൂയിഷ്ടമായ മണ്ണില്ലേ, മണ്ണ്. ഭൂമി, എർത്ത്, സോയിൽ, മണ്ണ്. ഇവിടെ സുവിശേഷകൻ വളരെ കോൺഷ്യസ് ആയി ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ യേശു വളരെ കോൺഷ്യസ് ആയി പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഈ മണ്ണിന്റെ ഉപ്പാകുന്നു. ഇതൊരു ഇക്കോളജിക്കൽ സൺഡേ കൂടെ ആയതുകൊണ്ട് ഇതിന് അല്പം കൂടെ റെലവൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ മണ്ണിന്റെ ഉപ്പാകുന്നു. ഇനിയും ഞാൻ പറഞ്ഞു ഗ്രീക്ക് ഗ്രാമർ വളരെ ശ്രദ്ധേയമാണ്. ഗ്രീക്ക് ഗ്രാമറിൽ ഇന്റോണേഷൻ, അതായത് ഏത് വാക്കിനാണ് സ്ട്രെസ് കൊടുക്കേണ്ടതെന്ന് മോൾ ഒരു വരയിട്ടിരിക്കും. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഹി വെൻ ദേർ എന്നൊരു വാചകം ഉണ്ടെങ്കിൽ നമുക്കതിനെ 3 രീതിയിൽ പറയാം. ഹി വെൻ ദേർ, അതായത് വേറെ ആരുമല്ല, അവനാണ് അവിടെ പോയത്. അല്ലെങ്കിൽ പറയാം ഹി വെൻ ദേർ, അവൻ ഇരിക്കുകയല്ലായിരുന്നു, അവൻ നടക്കുകയല്ലായിരുന്നു, അവൻ അവിടെ പോവുകയായിരുന്നു. വെൻ എന്നതിനാണ് സ്ട്രെസ്. അല്ലെ പറയാം ഹി വെൻ ദേർ, അവൻ അവിടെ ഇവിടെയല്ല പോയത്, അവൻ അവിടെ തന്നെയാണ് പോയത്. ഹി വെൻ ദേർ. അതാണ് ഞാൻ പറഞ്ഞത് ഇന്റോണേഷൻ. ഏത് വാക്കിനാണ് സ്ട്രെസ്? അപ്പോൾ ഗ്രീക്കിൽ ഏത് വാക്കിനാ സ്ട്രെസ് കൊടുക്കേണ്ടതിന് മോൾ ഒരു ചെറിയ വരയിടും. ആ വരയുടെ പേര് അയോട്ട എന്നാണ്. ആ വരയിട്ട് കഴിഞ്ഞാൽ ആ വാക്കിനായിരിക്കണം സ്ട്രെസ്. അപ്പോൾ ഇവിടെ യേശു പറയുമ്പോൾ നിങ്ങൾ എന്നതിനല്ല, ഉപ്പ് എന്നതിനല്ല സ്ട്രെസ് കൊടുത്തിരിക്കുന്നത്, മറിച്ച് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞു ഭൂമി എന്താണ്? കോസ്മോസ് അല്ല, ഗയ ആണ്. ഈ മണ്ണാണ്, സോയിലാണ്, എർത്താണ്. നിങ്ങൾ ഈ മണ്ണിന്റെ ഉപ്പാണ്. ഏതാ ഈ മണ്ണിന്റെ ഉപ്പ്? അത് സോഡിയം ക്ലോറൈഡിനെ കുറിച്ചല്ല. മണ്ണിന്റെ ഉപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കി മാറ്റുവാൻ ഉള്ള മിനറൽസ് ആണ്. പ്രത്യേകിച്ച് പലസ്തീന്റെ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് അനേകം മെറ്റഫേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഇമേജസ് ഉപയോഗിക്കുന്നുണ്ട്, സിമിലീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യേശു അവിടെ നോക്കി പറയുകയാണ്, പർവ്വത പ്രസംഗമാണ്, ഓർക്കണം, പർവ്വത പ്രസംഗമാണ്, അതിന്റെ അവസാന ഭാഗത്താണ്. അപ്പൊ പർവ്വത പ്രസംഗത്തിന് ആൾക്കാരിരിക്കുമ്പോൾ ഫലഭൂയിഷ്ടമായ മണ്ണും ഒക്കെ കണ്ടുകൊണ്ട്, വളരെ ഇടതൂർ നിൽക്കുന്ന ഇടങ്ങളെ കണ്ടുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്ന മണ്ണിന്റെ ഉപ്പ് പോലെ ആകണം. എന്താ ഈ മണ്ണിന്റെ ഉപ്പിന്റെ പ്രത്യേകത? മണ്ണിന്റെ ഉപ്പിന്റെ പ്രത്യേകത, മിനറൽസിന്റെ പ്രത്യേകത, പൊട്ടാഷ്യം ആണെങ്കിലും സോഡിയം ആണെങ്കിലും കാൽഷ്യം ആണെങ്കിലും മണ്ണിന്റെ മിനറൽസിന്റെ പ്രത്യേകത, അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഓൺലി വെൻ ഇറ്റ് ബിക്കംസ് നത്തിങ്.
ആ മിനറൽസ് ആയി തന്നെ കിടക്കാൻ ശ്രമിച്ചാൽ മണ്ണിന് ഫലഭൂയിഷ്ടി ഉണ്ടാകത്തില്ല, അവിടെ ജീവൻ ഉണ്ടാകത്തില്ല. ഒരു വിത്ത് പാകി കഴിയുമ്പോൾ ആ വിത്തിൽ നിന്ന് മുളകൾ ഉണ്ടാകണമെങ്കിൽ, ആ മുളകൾ തൈകളായി വളരണമെങ്കിൽ, ആ തൈകൾ ചെടികളായി വളരണമെങ്കിൽ, ആ ചെടികൾ വൃക്ഷങ്ങളായി വളരണമെങ്കിൽ, അതിൽ കായ് ഫല കനികൾ ഉണ്ടാകണമെങ്കിൽ മണ്ണ് ഫലഭൂയിഷ്ടമായിരിക്കണം. ആ മണ്ണിന് ഫലഭൂയിഷ്ടി നൽകുന്നത് മിനറൽസ് ആണ്. See, the minerals has got a call. മിനറൽസിന് ഒരു വിളിയുണ്ട്. ഭൂമിയുടെ ഉപ്പിന് ഒരു നിയോഗമുണ്ട്. എന്താണ് നിയോഗം? സ്വയം ഇല്ലാതെയായി തീർന്നും മറ്റുള്ളവരെ ജീവനിലേക്ക് നയിക്കുക, സമൃദ്ധിയിലേക്ക് നയിക്കുക. ഇതായിരുന്നു യേശുവിന്റെ ജീവിതം തന്നെ. യേശു ലോകത്തിലേക്ക് വന്നതിന്റെ നിയോഗത്തെ കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, അവൻ വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധമായി നൽകുവാനുമാണ്. അതെങ്ങനെയാ നൽകിയത്? ഭൂമിയുടെ ഉപ്പ് പോലെ സ്വയം ഇല്ലാതെയായി തീർന്നാണ് ആ യേശുവാകുന്ന ഭൂമിയുടെ ഉപ്പ് ഈ ലോകത്തിന് മുഴുവൻ സമൃദ്ധമായ ജീവൻ നൽകിയത്. സോ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ we need to reread this verse. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ളതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ് ബർന്നബാസ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 36-37 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്. There was a Levite, a native of Cyprus, Joseph, to whom the apostles gave the name Barnabas, which means son of encouragement. He sold a field that belonged to him, then brought the money and laid it at the apostles' feet. ആദിമ സഭയുടെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു കൾച്ചർ? എല്ലാവരും അവർക്കുള്ളതിനെ വിറ്റ് കൊണ്ടുവന്ന് സഭയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ടവർക്ക് നൽകുക എന്നൊരു ഉദാത്തമായ മാതൃക, കൾച്ചർ, സംസ്കാരം ആദിമസഭയിൽ ഉണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ ബർന്നബാസ് തിരിച്ചറിയുകയാണ്, ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു വലിയ അവസരമാണ്. എന്തിനു വേണ്ടിയാണ്? സ്വയം ഇല്ലാതെയായി തീരുവാൻ, തനിക്കുള്ളതിനെ ഇല്ലാതെയാക്കി മറ്റുള്ളവർക്ക് ജീവൻ പകരുവാനുള്ള ദൈവിക നിയോഗം എന്നിലൂടെ നിർവഹിക്കപ്പെടുവാൻ ഇതിനേക്കാൾ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വേറെ എന്തുണ്ട്? അതുകൊണ്ട് അവൻ തീരുമാനിക്കുക, എനിക്കുള്ള നിലം ഞാനങ്ങ് വിൽക്കാൻ പോവുകയാണ്. അതിന്റെ വാല്യൂ ഒന്നും ഞാൻ നോക്കുന്നില്ല. എത്ര കിട്ടിയാലും അത് വിറ്റ് എനിക്കത് വേണ്ട. കാരണം എനിക്കുള്ള നിയോഗം ഈ വയല് കൂട്ടിവെക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ വയലിനെ വിറ്റ് ഈ വിൽപ്പനയിൽ ലഭിക്കുന്ന ആദായം സഭയിലേക്ക് കൊണ്ടുചെന്ന് സഭയിലൂടെ ഇല്ലാതെയിരിക്കുന്ന, വേദനയിലിരിക്കുന്ന, നിരാശയിലിരിക്കുന്ന അനേകരുടെ ജീവിതത്തിന് ഒരു ജീവൻ പകരുന്ന, സമൃദ്ധി പകരുന്ന ഒരു മുഖാന്തരമാക്കി മാറ്റാൻ ദൈവം എനിക്ക് നൽകിയ അവസരമാണ്. ബർന്നബാസ് ഭൂമിയുടെ ഉപ്പാകുന്നതിനെ യഥാർത്ഥത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബർന്നബാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ we also have a commitment, we also have a call എന്നത് നമ്മൾ മറക്കരുത്. എന്താണ്? സ്വയം ഇല്ലാതെയായി തീർന്ന് ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അക്യൂമുലേഷനെ കുറിച്ചാണ്, എല്ലാം കൂട്ടിവെക്കുന്നതിനെ കുറിച്ചാണ്. അതാണ് വിജയം എന്ന് ചിന്തിക്കുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്, അതല്ല വിജയം. എല്ലാം അക്യൂമുലേറ്റ് ചെയ്യുന്ന ഒരു ജീവിതചര്യയല്ല വിജയം, മറിച്ച് ഉള്ളതിനെ ഇല്ലാതെയാക്കി എംപ്റ്റി ചെയ്ത് ഇതൊന്നുമില്ലാത്തവർക്ക് വേണ്ടി പങ്കിടുന്ന ഒരു ജീവിത ശൈലിയായിരിക്കണം നമ്മുടെ ജീവിത ശൈലി. ബർന്നബാസ് നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം ഇതാണ്. റോജർ ഡബ്ല്യു ബാബ്സൺ എന്ന് പറയുന്ന അമേരിക്കൻ എക്കണോമിസ്റ്റ് ആൻഡ് ബിസിനസ് തിയറിസ്റ്റ്, അദ്ദേഹത്തെ ഒരുപക്ഷെ നമുക്ക് വലിയ പരിചയമില്ലായിരിക്കാം. He lived during the first half, he was born during first half 20th century. 20ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അമേരിക്കയിലെ ബാബ്സൺ കോളേജ്, അമേരിക്കയിലെ വെബർ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇതൊക്കെ കണ്ടുപിടിച്ചത്, ഇതൊക്കെ ഫൗണ്ടർ, ഇതിന്റെയൊക്കെ ഫൗണ്ടർ ഇദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ചിന്ത പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുകയാണ്, $1 spent for lunch lasts 5 hours. ഒരു ഊണിന് വേണ്ടി $1 നമ്മൾ ചെലവഴിച്ചാൽ ഇറ്റ് ലാസ്റ്റ് ഫോർ 5 hours. വിശപ്പ് 5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വിശക്കും. സോ ഇറ്റ് ലാസ്റ്റ് ഫോർ 5 hours. $1 spent for a necktie lasts 5 weeks. ഒരു ടൈ വാങ്ങിച്ചാൽ അതൊരു 5 weeks നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. സോ $1 spent for a necktie lasts 5 weeks.
$1 spent for a cap lasts 5 months. ഒരു തൊപ്പി വാങ്ങിച്ചാൽ, $1 കൊണ്ട് തൊപ്പി വാങ്ങിച്ചാൽ 5 മാസത്തേക്ക് അത് നന്നായി ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ വേറെ വാങ്ങിക്കേണ്ടി വരും. $1 spent for an auto lasts 5 years. ഒരു വാഹനം വാങ്ങിച്ചാൽ 5 വർഷം സുഗമമായി ഓടിക്കാം. അത് കഴിഞ്ഞാൽ അതിന്റെ റെലവൻസ് തീരും. $1 spent for a railroad lasts 5 decades. ഒരു റെയിൽവേ പാളമൊക്കെ പണിതാൽ 5 decades അത് നിലനിൽക്കും. എന്നിട്ട് ഈ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആൻഡ് ബിസിനസ് തിയറിസ്റ്റ് അദ്ദേഹം പറയുകയാണ്, $1 spent in God's service lasts for eternity. $1 spent in God's service lasts for eternity. നമ്മൾ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി തീരുമ്പോൾ ഈ ഒരു വസ്തുത നമ്മൾ മറന്നു പോകരുത്. ഇൻ ഗോഡ് സർവീസ്, ഇത് നമ്മൾ ദൈവത്തിന് കൊടുക്കാന്നുള്ളതല്ല. ഇൻ ഗോഡ് സർവീസ്, യേശു പറഞ്ഞതുപോലെ ചുറ്റുപാടും കാണുന്ന വിശക്കുന്നവരും ദാഹിക്കുന്നവരും വസ്ത്രമില്ലാത്തവരും തടവിൽ കിടക്കുന്നവരും അവരിലൊക്കെയാണ് ഞാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുകയാണ്. ഇൻ ഗോഡ് സർവീസ്, അത് നമ്മളെ ഇറ്റേണിറ്റി വരെ റെലവെന്റ് ആയി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനെ കൊണ്ടുപോകുമെന്ന് ഈ അമേരിക്കൻ തിയറിസ്റ്റ് എക്കണോമിസ്റ്റ് അദ്ദേഹം ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാന്തമായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, ഈ ബർന്നബാസിനെ പോലെ ഭൂമിയുടെ ഉപ്പായി തീരുവാൻ, ഞങ്ങൾക്കുള്ളതിനെ പലതിനെയും മറ്റുള്ളവരുടെ ജീവന് വേണ്ടി, സമൃദ്ധമായ ജീവന് വേണ്ടി പങ്കുവെക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു വലിയ കമ്മിറ്റ്മെന്റ്, വലിയ നിയോഗം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പാലിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളിലൊക്കെ മാസവരിയും ഓഫട്രിയും ഹാർവർ ഫെസ്റ്റിവലും ഒക്കെ ഇന്ന് വളരെ ക്രിട്ടിക്കലായി കാണുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ സാധാരണ ഓർപ്പിക്കാറുണ്ട്, these are all God given opportunities. ദൈവം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ. അതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ, ആ ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ ഇതിനെ കാണേണ്ടത് ആവശ്യം. പള്ളി കൊടുക്കുന്ന മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും എത്രയോ പേർ വേദന അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ ചുറ്റുപാട് എത്രയോ പേർ ദാരിദ്ര്യത്തിലായി, എത്രയോ പേർ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് ഒരു ജീവനായി തീരുവാൻ, അവരിലേക്കൊന്ന് ജീവൻ പകരുവാൻ, സമൃദ്ധമായ ജീവൻ പകരുവാൻ, നമുക്കുള്ള സുഭിക്ഷയിൽ നിന്ന്, നമുക്കുള്ള എല്ലാ സമൃദ്ധിയിൽ നിന്നും അല്പം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മൾ ഭൂമിയുടെ ഉപ്പായി തീരുന്നത്. അവിടെയാണ് നമ്മൾ ബർന്നബാസിനെ പോലെയുള്ള ജീവിതങ്ങളായി മാറുന്നത്. രണ്ടാമത്, ലൈറ്റ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകും. വെളിച്ചത്തെ കുറിച്ച് നമുക്ക് അറിയാം. പ്രത്യേകിച്ച് ഇവിടെ യേശു പറയുന്നു, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, അത് തണ്ടിന്മേൽ തന്നെ വെക്കണം. സയൻസ് പഠിച്ചവർക്കറിയാം, പറയിൻ കീഴിൽ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? ഓക്സിജൻ കിട്ടാതെ വിളക്ക് കെട്ടുപോകത്തതേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും വിളക്കുകളാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ സഭയുടെ 4 ചുവരിന്റെ ഉള്ളിൽ നമ്മളെ തന്നെ പൂട്ടിയിടാൻ ശ്രമിക്കുന്നവരാണ്. ഇതിനകത്താണ് ആത്മീയത. പള്ളിയുടെ ഉള്ളിൽ മാത്രമാണ് ആത്മീയത. അതിനകത്ത് തന്നെ നമ്മളെ പൂട്ടിയിടാൻ ശ്രമിക്കുന്നത്. അതിനെ അങ്ങ് കാൽപ്പനികവൽക്കരിച്ച് റൊമാൻറ്റിസൈസ് ചെയ്ത് അതിനകത്ത് അങ്ങ് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ കർത്താവ് പറയുക, പറയിൻ കീഴിൽ ഇരിക്കേണ്ടതല്ല വിളക്ക്. വിളക്കിനൊരു ധർമ്മമുണ്ട്, ടു സ്കാറ്റർ ഹോപ്പ് ഇൻ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ്സിൽ, ഇരുട്ടിൽ ജീവിക്കുന്ന അനേക ജീവിതങ്ങളിലേക്ക് വെളിച്ചം, പ്രത്യാശ പകരുവാനുള്ള വലിയ ധർമ്മം വിളക്കിനുണ്ട്. മരുവമലയിൽ യേശുവും ശിഷ്യന്മാരും കൂടെ നിൽക്കുമ്പോൾ അവർ മോശയും പ്രവാചകനെയും കാണുകയാണ്. അപ്പോൾ പത്രോസ് പറയുന്നു, ഇവിടെ നമുക്ക് കുടില് കെട്ടിങ്ങ് വസിക്കാം. സി, ദിസ് ഇസ് സ്പിരിച്വാലിറ്റി. ഇവിടെ നമുക്ക് ആരാധിക്കാം. ഇതാണ് ആരാധന കർത്താവേ. കർത്താവ് പറയുന്നു, അല്ല സഹോദര, ഇവിടെ അല്ല ജീവിക്കേണ്ടത്. ആ താഴ്വരയുടെ താഴെ കേൾക്കുന്ന കരച്ചിലുണ്ടല്ലോ, അവിടെയാണ് ആത്മീയത. അങ്ങോട്ടാ പോകേണ്ടത്. താഴ്വരയിൽ പോയി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ പോയി മറ്റുള്ളവരുടെ വേദനകൾ ഒപ്പുവാൻ, അവിടെ പോയി അവരുടെ വിഷമങ്ങൾ മാറ്റുവാൻ സാധിക്കുമ്പോൾ അവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു വലിയ ദർശനത്തെ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവിടെ കുടില് കെട്ടി ജീവിക്കുക എന്നുള്ളതല്ല. ഇന്ന് നമുക്ക് താല്പര്യം ഇതാണ്. എന്തു സംഭവിച്ചാലും ചില കുടിലുകൾ കെട്ടി അതിനകത്തിരുന്ന് ആരാധിച്ചാൽ ഇതാണ് ആത്മീയത എന്ന് അൾട്ടിമേറ്റ് ആണെന്ന് ചിന്തിക്കുന്നത്, അബ്സല്യൂട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ബൈബിൾ ടീച്ചേഴ്സ് us, യേശു പഠിപ്പിക്കുന്നത്, there is another dimension of spirituality, to go down the valley, താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ പ്രത്യാശ പകരുവാൻ, ആശയും പ്രത്യാശയും പകരുവാൻ.
ഇത് തിരിച്ചറിഞ്ഞവനായിരുന്നു ബർണബാസ്. ബർണബാസിന്റെ ഒറിജിനൽ പേരെന്തുവായിരുന്നു? ജോസഫ് എന്നായിരുന്നു. പക്ഷെ അവനെ മറ്റുള്ള ശിഷ്യന്മാർ വിളിച്ചതാണ് പ്രബോധനപുത്രൻ, സൺ ഓഫ് എൻകറേജ്മെന്റ്. സൺ ഓഫ് എൻകറേജ്മെന്റ്. ആ വാക്ക് തന്നെ രസമാണല്ലേ, എൻകറേജ്. എന്നെന്ന് പറയുമ്പോൾ ഇൻ കറേജ്, മറ്റുള്ളവരിൽ ഇൻ കറേജ്, കറേജ് നൽകുന്നവനാണ് സൺ ഓഫ് എൻകറേജ്മെന്റ്. മറ്റുള്ളവരിൽ കറേജ്, ധൈര്യം പകരുന്നവൻ. നമ്മുടെ ചുറ്റുപാടും ധൈര്യം നഷ്ടപ്പെട്ടവരായി നിരാശയിലിരിക്കുന്ന അനേകരുടെ ജീവിതത്തിലേക്ക് ധൈര്യം പകരുവാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു സൺ ഓഫ് എൻകറേജ്മെന്റ് ആയി മാറുന്നത്, ഡോട്ടർ ഓഫ് എൻകറേജ്മെന്റ് ആയി മാറുന്നത്. ആ ഗ്രീക്ക് വാക്ക് വളരെ രസകരമാണ്. ആ ഗ്രീക്ക് വാക്ക് ഇങ്ങനെയാണ്, പാരാകാലയോ. ആ വാക്ക് രണ്ടായി തിരിക്കാം. പാര എന്ന് പറഞ്ഞാൽ എലോങ് സൈഡ്, പാര എന്ന് പറഞ്ഞാൽ എലോങ് സൈഡ്, പാരലൽ അല്ലെ, പാരലൽ, പാര, പാരലൽ, എലോങ് സൈഡ്. കാലയോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം വിളി എന്നാണ്. അതായത് എലോങ് സൈഡ്, കൂടെ നടക്കാൻ വിളി ലഭിച്ചവൻ, കൂടെ നടക്കാൻ വിളി ലഭിച്ചവൻ. ബർണബാസ് തിരിച്ചറിഞ്ഞു, ഞാൻ കൂടെ നടക്കാൻ വിളി ലഭിച്ചവനാണ്. CSI സഭയ്ക്ക് ലണ്ടൻ, ബെൽഫാസ്റ്റ്, മാഞ്ചസ്റ്റർ, ഡബ്ലിൻ കോൺഗ്രിഗേഷൻസ് ഇന്നത്തെ ആരാധന സംബന്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന എന്ത് വിളിയാണെന്നറിയാമോ? പ്രബോധന പുത്രനും പ്രബോധന പുത്രിയുമാകാനാണ്. ടു വാക്ക് എലോങ് സൈഡ്. സി, ടു വാക്ക് എലോങ് സൈഡ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് ഇസ് എ കോസ്റ്റ്ലി ജേർണി. യേശു പറഞ്ഞു, ആരെങ്കിലും നിങ്ങളോട് 1 മൈൽ സഞ്ചരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 2 മൈൽ സഞ്ചരിക്കണം. TM ജോൺ അച്ഛന്റെ ഒരു പ്രസംഗം ഞാൻ ഓർക്കുന്നു. എന്നെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, എന്റെ ആത്മീയ ഗുരുവിന്റെ സ്ഥാനത്ത് അച്ഛനെ കാണുന്നത്. അച്ഛന്റെ പ്രസംഗത്തിൽ അച്ഛൻ സൂചിപ്പിച്ചത്, ഈ 2 മൈല് പോവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടഫ് ജോബ്. കാരണം 1 മൈലാണ് നമ്മളെ ക്ഷണിച്ചവൻ നടക്കേണ്ടത്. അപ്പോൾ അവനോടൊപ്പം 1 മൈൽ സഞ്ചരിച്ചു, നീ 2 മൈൽ പോകണമെന്ന് പറയുന്നു. അടുത്ത 1 മൈൽ അവൻ കൂടെ കാണണമെന്നില്ല. യു ആർ ഗോയിങ് ടു വാക്ക് അലോൺ ആൻഡ് ദെൻ യു ഹാവ് ടു റിട്ടേൺ അനദർ 2 മൈൽസ്. സോ 1 മൈൽ പോകേണ്ടടുത്ത് നീ 2 മൈൽ പോകുമ്പോൾ അതിന്റെ അർത്ഥം യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് 3 മൈൽസ് ഓഫ് സോളിറ്റ്യൂഡ്. ഇതൊരു വലിയ ചലഞ്ചാണ്, പ്രത്യേകിച്ച് അന്നത്തെ ഒരു പലസ്തീൻ ജോഗ്രഫിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വളരെ അപകടങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പാതയിലൂടെ ആരെങ്കിലും നിങ്ങൾ 1 മൈൽ സഞ്ചരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 2 മൈൽ പോകണം. അതിന്റെ അർത്ഥം 1 മൈൽ അവൻ കൂടെ കാണും, ബാക്കി 1 മൈൽ അങ്ങോട്ട് പോകുന്നതും തിരികെ വരുന്ന 2 മൈലുകളും നീ ഒറ്റയ്ക്കായിരിക്കും. ഈ ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും അനുഭവങ്ങൾ ഏറ്റെടുക്കുവാൻ ധൈര്യമുള്ളവന് മാത്രമേ പാരാകാലയോ എന്ന് പറയുന്ന മറ്റുള്ളവരോടൊപ്പം നടക്കുവാനുള്ള വിളി കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. അതേ വാക്ക് തന്നെയാണ് ഈ ഹോളി സ്പിരിറ്റിന് ഉപയോഗിച്ച ഒരു വാക്ക്, പാരാക്ലേറ്റ. നമ്മുടെ കൂടെ എലോങ് സൈഡ് നടക്കുന്നതാണ് ഹോളി സ്പിരിറ്റ്. അത് മറ്റുള്ളവർക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നത് പോലെ ഒരു അക്കംപനിയിങ് പ്രസൻസ് നൽകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ബർണബാസ് ഇത് തിരിച്ചറിഞ്ഞു. ബർണബാസ് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 26-27 വായിക്കുമ്പോൾ അവിടെ വായിക്കുകയാണ്, when he had come to Jerusalem. ആരെ കുറിച്ചാണ് പറയുന്നത്? ഹീ എന്ന് പറയുന്നത് പൗലോസിനെ കുറിച്ചാണ്. സഭയെ മുഴുവൻ പീഡിപ്പിച്ച് നശിപ്പിച്ച് നടന്ന, എല്ലാവരെയും കൊന്നു നടന്ന പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ദൈവത്തിന്റെ വിളി കേട്ട് രൂപാന്തരപ്പെട്ടോ തീരുമാനിച്ചു, ഞാൻ കർത്താവിന്റെ ശിഷ്യനായി പോകാൻ തീരുമാനിക്കുകയാണ്. അവൻ തിരികെ വരിക. എങ്ങോട്ട് വരിക? ശിഷ്യന്മാരുടെ അടുക്കലോട്ട്. എന്താ പറയാനാ? ഇന്നലെ വരെ ഞാൻ നിങ്ങളെ കൊല്ലുന്നവനായിരുന്നു, പക്ഷേ ഇന്നു മുതൽ ഞാൻ നിങ്ങളിൽ ഒരുത്തനാണ്. കർത്താവ് എന്നെ വിളിച്ചു, ഞാനും അപ്പോസ്തലനാ, എനിക്കും നിങ്ങളുടെ കൂടെ നടന്ന് യേശുവിനെ പ്രഘോഷിക്കണം. ഈ ആവേശത്തോടുകൂടെ പൗലോസ് പറയാൻ വരികയാണ്. പൗലോസ് വന്നു, അവിടെ എഴുതിയിരിക്കുകയാണ്, when he had come to Jerusalem, he attempted to join the disciples. He joined എന്നല്ല, he attempted to join the disciples. ശിഷ്യന്മാരുടെ കൂടെ ചേരാൻ അവനും ശ്രമിച്ചു. And they were all afraid of him. പക്ഷേ അവനെ സംശയ ദൃഷ്ടിയാൽ മാത്രമേ ബാക്കി ശിഷ്യന്മാർ കണ്ടുള്ളൂ. അയ്യോ, ഇവനോ, അടുപ്പിക്കരുത്, അടുപ്പിക്കരുത്, ഇവനെ നമുക്കറിയാം, നമ്മളെയൊക്കെ കൊല്ലാൻ ശ്രമിച്ച ഇവന്റെ ഉടായിപ്പാണിത്, ഇവനെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇവന് ഇതൊരു സ്ട്രാറ്റജി ആക്കി മാറ്റി നമ്മളെ നശിപ്പിക്കും, കൂടെ ചേർക്കരുത്. ഭയത്തോടെ, സംശയത്തോടെ ദി അതർ ആയി അവനെ കാണുകയാണ്. For they did not believe that he was a disciple. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവൻ ശിഷ്യനാകാനോ? Impossible. For they did not believe that he was a disciple. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാമോ? But Barnabas took him. അവനെ തോളിൽ കൈയിട്ട് he took him. കൂടെ നടന്നു. ബർണബാസിന് സഭയിൽ ഒരു ശബ്ദമുണ്ടായിരുന്നു, സ്വരമുണ്ടായിരുന്നു, ആധികാരികത ഉണ്ടായിരുന്നു. പ്രബോധനപുത്രൻ എന്നൊക്കെ വിളിക്കപ്പെട്ടവനാണ്. He took
Paul alongside, കൂടെ കൊണ്ടുപോയി. Brought him to the apostles. മറ്റുള്ള അടുക്കൽ, പത്രോസിന്റെ ഒക്കെ അടുക്കൽ കൊണ്ടുചെന്നു. And described for them, പൗലോസ് അല്ല പറഞ്ഞത്, ബർന്നബാസ് പറയുക, describe for them how on the road he had seen the Lord. എങ്ങനെയാണ് പൗലോസ് കർത്താവിനെ ദമസ്കോസിന്റെ പടിവാതിൽ കണ്ടതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. And how in Damascus he had spoken boldly in the name of Jesus. പൗലോസിലുണ്ടായ രൂപാന്തരത്തെ കുറിച്ച് ബർന്നബാസ് പറയുക. ബർന്നബാസ് ശിഷ്യന്മാർ പറയുക, നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്കറിയാവുന്നതുപോലെ ഈ മനുഷ്യന് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ശരിയാണ്, ഇറ്റ്സ് കറക്റ്റ്. പക്ഷെ ഇപ്പോഴാ മനുഷ്യൻ പഴയ പൗലോസ് അല്ല. കർത്താവ് അവനെ സ്പർശിച്ചു. അവനെ നമുക്ക് വിശ്വസിക്കാം. പൗലോസിന്റെ ജീവിതത്തിന് ഒരു വലിയ കോൺട്രിബ്യൂട്ടറി ഫാക്ടറായി മാറുകയാണ് ബർന്നബാസ്. ഹെൻറി ഫ്രെഡറിക് എമിയൽ എന്ന് പറയുന്ന ഒരു സ്വിസ് മോറൽ ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം പറയുക, ലൈഫ് ഇസ് ഷോർട്ട് and we have never too much time for gladdening the hearts of those who are traveling the dark journey with us. Oh, be swift to love, make haste to be kind. വളരെ ശക്തമാണ്. അദ്ദേഹം പറയുക, നമ്മുടെ കൂടെ എത്രയോ പേരാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്നത്. അവരുടെ മുഖത്തെ ഒന്ന് ശോഭാ പരിപൂർണമാക്കാൻ നമുക്കധികം സമയമൊന്നുമില്ല. വളരെ കൊച്ചു ജീവിതമാ. നാളെ എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല. very little time to gladden the hearts of those who are traveling in the dark journey. അതുകൊണ്ട് അദ്ദേഹം പറയുക, oh, be swift to love and make haste to be kind. സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും വേഗത ഉണ്ടാകട്ടെ. വേഗത്തിൽ സ്നേഹിക്കാം, വേഗത്തിൽ കരുണ കാണിക്കാം. ബർന്നബാസ് അത് തിരിച്ചറിഞ്ഞു. ആദിമസഭ മുഴുവൻ പൗലോസിനെ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ആദിമസഭ, the early church looked at Saul and saw a problem. അവൻ ഒരു പ്രോബ്ലത്തെയാണ് കണ്ടത്. Barnabas looked at him and saw incredible potential. നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ പ്രോബ്ലംസ് കാണാതെ അവരിലെ പൊട്ടൻഷ്യൽസിനെ കാണുവാൻ സാധിക്കണം. The early church looked at him and saw his past. അവന്റെ ഭൂതകാലത്തെയാണ് കണ്ടത്. Barnabas saw his future. ബർന്നബാസ് പൗലോസിന്റെ ഭാവി കാലത്തെ കണ്ടത്. പൗലോസ് ഇത്രയധികം ലേഖനം എഴുതുന്നതും ബർന്നബാസ് അറിഞ്ഞില്ലായിരിക്കും. പക്ഷേ he saw a future in him. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള ആരെങ്കിലും ഒക്കെ അവരുടെ പാസ്റ്റ് മോശമായിരിക്കാം. അവര് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ ഡോണ്ട് ടാർഗറ്റ് ദം. പിന്നെ അവരെ പഴയത് പറഞ്ഞ് അവരെ അകറ്റി നിർത്തുവല്ല വേണ്ടത്. മറിച്ച് let us see a future in them. The early church saw what he had been, but Barnabas saw what he could be. The early church saw what he had been. Barnabas saw what he could be. See, as disciples of Christ, ഈ പെന്തക്കോസ്ത് കാലത്ത് നമുക്ക് തീരുമാനമാക്കാം, ദൈവമേ, ഞാൻ മുഖാന്തരം ഒരാളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് സാധ്യമാകണം. ഇന്നത്തെ പ്രസംഗത്തിന്റെ ബാക്കി എല്ലാ ഭാഗവും മറന്നുപോയാലും let us make a decision. ദൈവമേ, എന്റെ ജീവിത മുഖാന്തരം എന്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക്, ഭർത്താവ് എന്ന നിലയിൽ എന്റെ ഭാര്യയ്ക്ക്, ഭാര്യ എന്ന നിലയിൽ എന്റെ ഭർത്താവിന്, മാതാപിതാക്കൾ എന്ന നിലയിൽ എന്റെ മക്കൾക്ക്, മക്കൾ എന്ന നിലയിൽ എന്റെ മാതാപിതാക്കൾക്ക്, സഹോദരൻ എന്ന നിലയിൽ എന്റെ സഹോദരന് സഹോദരിക്ക്, കൂട്ടുകാരൻ നിലയിൽ എന്റെ കൂട്ടുകാരന്, കൊളീഗ് എന്ന നിലയിൽ എന്റെ സ്കൂളിലെ കോളേജിലെ എന്റെ കൊളീഗിന്, എന്റെ നെയ്ബറിന് ഒരു പുതിയ തുടക്കത്തിന്, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന, നിരാശരിക്കുന്ന, ജീവിതത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്ന അവരൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു. ആ തുടക്കത്തിന് എന്നെ ഒരു കാരണമാക്കി തീർക്കണമേ. എന്ത് രസമാ ജീവിതം! നമ്മുടെ കൊച്ചു ജീവിതം മുഖാന്തരം ഒരാൾക്കൊരു പുതിയ തുടക്കം, ഒരാൾക്കൊരു പുതിയ ബിഗിനിങ് സാധ്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം മതി, വേറൊന്നും വേണ്ട, ഒത്തിരി ബാങ്ക് ബാലൻസ് ഒന്നും വേണ്ട. ഞാൻ കാരണം ഒരാൾക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ സാധിച്ചു. അതാണ് ബർന്നബാസ് മനസ്സിലാക്കുന്നത്. ഒരിടത്ത് ഒരു പള്ളി പൊളിക്കാൻ തീരുമാനിച്ചു. ആ പള്ളി പൊളിക്കാൻ 10 ദിവസമേ വേണ്ടി വന്നുള്ളൂ. പക്ഷെ അത് പണിയാൻ വർഷങ്ങൾ വേണ്ടി വന്നു. അതിന്റെ പാസ്റ്റർ എഴുതിയതാണ്, ഇറ്റ് ഈസ് വെരി ഈസി ടു ഡിസ്ട്രോയ് എ ബിൽഡിംഗ്, ബട്ട് ഇറ്റ് ടേക്സ് ടൈം and it's very difficult to build a building, to construct a building. ജീവിതത്തെ കുറിച്ച് ഇങ്ങനെയാ, ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഒരൊറ്റ നിമിഷം മതി. നമ്മൾ വിചാരിച്ചാൽ ആരുടെ ജീവിതം നശിപ്പിക്കാം, പക്ഷെ ഒരാളുടെ ജീവിതത്തെ ഒന്ന് നിർമ്മിക്കണമെങ്കിൽ, ബിൽഡ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പ്രിയം, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ നിയോഗം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ നിയോഗമാണ് ടു ബി ദ സോൾട്ട്, ടു ബി ദ ലൈറ്റ്. എന്റെ വാക്കുകളെ ചുരുക്കുക, ഇന്ന് നമ്മൾ അവസാനം പാടാൻ പോകുന്ന പാട്ട് രാത്രി ഇതാ വരുന്നു എന്നുള്ള പാട്ടാണ്. വർക്ക് ഫോർ ദ നൈറ്റ് ഇസ് കമ്മിങ്. ആനി ലൂസി വോക്കർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവളുടെ 18ാമത്തെ വയസ്സിൽ എഴുതിയ പാട്ടാണ്.
പിന്നീട് അവളെ വിവാഹം കഴിച്ചത് ഒരു കോഗിലിനെ ആയതുകൊണ്ട് ആ പാട്ട് എഴുതി അവളുടെ പേര് അറിയപ്പെടുന്നത് ആനി ലൂസി കോഗിൽ എന്നാണ്. പക്ഷേ ഷി റോട്ട് ദാറ്റ് ഹിം വെൻ ഷി വാസ് 18 years of age. ആനി ലൂസി വോക്കർ ആയിരിക്കുമ്പോൾ 18 വയസ്സുള്ളപ്പോൾ അവൾ എഴുതിയതാണ്. ആ പാട്ടിനെ കുറിച്ച് പറയുന്നത് ഒരു സമ്മറിലാണ് അവൾ ആ പാട്ട് എഴുതിയെന്ന്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ UK-യിലും അയർലൻഡിലും ജീവിക്കും, നമുക്കറിയാം സമ്മർ വളരെ ഷോർട്ടാണ്, അധികം മാസങ്ങളൊന്നുമില്ല, പെട്ടെന്ന് സമ്മറും കഴിഞ്ഞു പോകും, പിന്നെയും ഓട്ടം വിന്ററിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിശ്ചിത അളവിൽ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ എല്ലാം കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു ധൃതി എപ്പോഴും വേണം, വളരെ ഫോക്കസ്ഡ് ആയി എക്സ്ട്രാ അവേഴ്സ് ഒക്കെ വർക്ക് ചെയ്ത്. സോ അവൾ പറയുകയാണ്, വർക്ക് ഫോർ ദ അവർ ഇസ് കമ്മിങ്, പെട്ടെന്ന് ജോലി ചെയ്യുക. വർക്ക് ഫോർ ദ നൈറ്റ് ഇസ് കമ്മിങ്, വി ഹാവ് ഗോട്ട് വെരി ലിറ്റിൽ ടൈം, വി നീഡ് ടു വർക്ക്. അതിന്റെ 3 സ്റ്റാൻസകളിൽ അവൾ പറയുകയാണ്. ഒന്ന്, ഇൻ ദ മോർണിംഗ് അവേഴ്സ്, അതായത് ഒരു യൂത്ത് ആയിരിക്കുമ്പോൾ, ഇൻ ദ മോർണിംഗ് അവേഴ്സ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ മോർണിംഗ് അവേഴ്സിൽ, ഡോണിൽ നമുക്ക് വർക്ക് ചെയ്യണം. തീർന്നില്ല. സെക്കൻഡ് സെഷൻ പറയുന്നു, ഇൻ ദ സണ്ണി നൂൺ, സൂര്യന്റെ ഉദിച്ചു നിൽക്കുന്ന ഉച്ച സമയത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മിഡിൽ ഏജിൽ, when you are 30s, when you are in 40s, when you are in 50s, keep working, work. മൂന്നാമത്തെ ചാൻസ് പറയുക, അണ്ടർ ദ സൺസെറ്റ് സ്കൈസ്, സന്ധ്യയാകുമ്പോൾ, രാത്രിയാകാറാകുമ്പോൾ അന്നേരം വിശ്രമിക്കരുത്. കീപ് വർക്കിംഗ്. പ്രായമായവർക്ക് 60s, 70s, 80s, 90s, കീപ് വർക്കിംഗ്. ഇൻ ദ മോർണിംഗ് അവേഴ്സ്, be the salt, be the light. In the sunny noon, be the salt, be the light. Under the sunset skies, be the salt, be the light. ബർന്നബാസിനെ പോലെ നമ്മളും ഇല്ലാതെയായി തീർന്ന് മറ്റുള്ളവർക്ക് ജീവൻ പകരുവാൻ, ബർന്നബാസിനെ പോലെ to walk and sit and live journey alongside with those who are in darkness. Be swift to love, be swift to be kind. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാ ദൈവത്തിന് സകല ബഹുമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. Let us all say in unison. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. ആ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചത് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് സർവ്വ പിതാവ് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനെ മരിച്ചവരെ ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും ഭാവമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും വരുവാൻ ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്മദിന വാർഷികം ആഘോഷിച്ചവരുടെ പേരുകൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ലണ്ടൻ, ഡബ്ലിൻ, മാഞ്ചസ്റ്റർ കോൺഗ്രിഗേഷനിൽ പങ്കുചേരുന്നവരിലും ജന്മദിനവും വാർഷികം ആഘോഷിച്ചവരുണ്ടാകും. നമ്മുടെ ഭവനത്തിൽ ഒരുപക്ഷെ ദൈവം നന്ദി കരയറ്റ അനേക കാരണങ്ങളുമായി ഇന്നത്തെ ആരാധന സംബന്ധിക്കുന്ന ചിലരെങ്കിലും കാണും. എല്ലാത്തിനുമായ ദൈവസ്ഥന് നമുക്ക് നന്ദി കരയറ്റാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ സ്ക്രീനിൽ കാണുന്ന പേരുകൾ, ഞങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ ആരാധനയിൽ പങ്കുചേരുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളൊക്കെ ഇന്ന് ജീവിക്കുന്നത് നിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ ശ്വാസവും ഞങ്ങളുടെ വിശ്വാസവും എല്ലാം നിന്നിൽ അടിസ്ഥാനപ്പെട്ടതാണ് ദൈവമേ. ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. പ്രത്യേകിച്ച് ഞങ്ങൾ ഇപ്പോൾ പേരായി ഓർക്കുന്ന എല്ലാവരെയും ഓർത്ത് നന്ദി കരയറ്റുന്നു. ദൈവമേ, നിന്റെ മക്കളോട് കൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരുടെ ജീവിതയാത്രയിൽ നിന്റെ കൃപയും സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ. ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കുവാൻ നീ നൽകിയിരിക്കുന്ന ആയുസ് ഒരു വർഷം കൂടെ അതിങ്ങനെ നീ നീട്ടി ഞങ്ങൾക്ക് നൽകുമ്പോൾ അത് അർത്ഥപൂർണമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശു മിശിഹായെ അപേക്ഷിച്ച് കൊടുക്കണമേ. ആമേൻ. കർത്താവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇന്നും എന്നും എല്ലാ കാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനകൾക്കായി നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.
ഞങ്ങളുടെയും ആവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. വിശ്വസ്രോതനെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങുവാൻ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ഇന്നത്തേക്ക് ശേഷിച്ചിരിക്കുന്ന പ്രത്യേക അപേക്ഷ. Almighty God, help us to follow the example of your servant Barnabas. Help us to console and comfort the sad, the lonely and the broken-hearted, and to use all that we have in your service and in the service of our fellow human beings, remembering always that in giving we receive abundantly, and strengthen us to spread the gospel of new life and to stand by all who make a new beginning in life. Through Jesus Christ our Lord, who lives and reigns with you together with the Holy Spirit, one God, world without end. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങൾ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ചില നിമിഷങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെയും നമ്മുടെ സഭയുടെ ആവശ്യങ്ങളെയും നമ്മുടെ സമൂഹത്തിന്റെ ലോകത്തിന്റെ ആവശ്യങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അനേകർ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തിപരമായി നമ്മുടെ ചെയിൻ പ്രേയേഴ്സിലൂടെയും ഒക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട എല്ലാവരെയും ഒരു നിമിഷം നമുക്ക് ശാന്തമായി ഓർക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കോവിഡ് ഭീതി ഇനിയും വിട്ടുമാറിയിട്ടില്ല. യുകെയിലും അയർലൻഡിലും ഒക്കെ ഫേസ് ബൈ ഫേസ് റിലാക്സേഷൻ ഒക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും നമ്മളെ ഒരു സെക്കൻഡ് വേവിലേക്ക് കൊണ്ടുപോകാതെ എല്ലാവരും ഈ ഒരു ഫ്രീഡം വളരെ ഉത്തരവാദിത്വത്തോട് റെസ്പോൺസിബിൾ ആയി ഉപയോഗിക്കാൻ ഇടയാകേണ്ടതിനെ പ്രാർത്ഥിക്കാം. ഗവൺമെന്റ്, മെഡിക്കൽ ഫെറ്റേണിറ്റി, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, എസൻഷ്യൽ സ്റ്റാഫ് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെയൊക്കെ ഇടവകളിൽ നഴ്സസായി, ഡോക്ടേഴ്സായി, പാരാമെഡിക്കൽ സ്റ്റാഫായി ഹോസ്പിറ്റൽസിലും നഴ്സിംഗ് ഹോംസിലും ഒക്കെ സേവനം ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഓൺലൈൻ എക്സാംസിന് തയ്യാറെടുക്കുന്നു. ഇവിടെയും നാട്ടിലുമൊക്കെ പലരും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു. ദൈവം അവർക്കൊക്കെ ആവശ്യമായിരിക്കുന്ന ബുദ്ധിയെ നൽകണം, ആരോഗ്യം നൽകണം. സ്കൂളുകളിലൊക്കെ സെലക്റ്റീവ് ആയിട്ടാണെങ്കിലും ഓപ്ഷണലായിട്ടാണെങ്കിലും കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അതൊക്കെ അവരുടെ ആരോഗ്യത്തെ ഹനിക്കാതെ ഈ ഒരു പ്രായത്തെ സന്തോഷത്തോടെ ആഘോഷിക്കുവാനും എന്നാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുവാനും കുഞ്ഞുങ്ങൾക്കിടയാകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കാം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലായിരിക്കുന്ന ജീവിത പങ്കാളികൾ, നാട്ടിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവരെയൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. പലരും ക്ഷീണാവസ്ഥയിലാണ്. കോവിഡ് കൂടെ വന്നപ്പോൾ ഒരുപക്ഷെ പലരെയും ഫിസിക്കലായി കാണാൻ സാധിക്കാതെ അതിൻ്റെതായ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ പലർക്കും ഉണ്ടായിരിക്കാം. വളരെ ചിട്ടയോടും ജീവിതചര്യയിലും ഒക്കെ പോകുന്നവർക്ക് അതിലൊക്കെ ഉണ്ടായ ഉലച്ചിൽ അവരെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാം. ദൈവം അവർക്കൊക്കെ സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ അനേക യങ് ലൈഫ്സ് ഈ ലോകത്തോട് യാത്ര പറയുന്നതായി നാം വായിക്കുന്നുണ്ട്. ഇൻ 30s, in 40s, in 50s പെട്ടെന്നാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്.
clueless. We need to pray. അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ എന്ത് തകരുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നിതിന്റെയൊക്കെ നമ്മൾ വായിച്ചപ്പോൾ ആ കുഞ്ഞിനെയൊക്കെ അമ്മയ്ക്ക് ഇനിയും വളർത്തണം, ജീവിതത്തെ ഫേസ് ചെയ്യണം. അങ്ങനെ എത്ര പേർ. നമ്മുടെ രാഷ്ട്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കോവിഡിന്റെ ഭീഷണി മാത്രമല്ല, മതസ്പർദ്ധയൊക്കെ വീണ്ടും വർദ്ധിക്കുകയാണ്. മൃഗങ്ങളുടെ പേരിലും ആചാരങ്ങളുടെ പേരിലും ഒക്കെ അതൊക്കെ പൊളിറ്റിസൈസ് ചെയ്ത് സ്വന്തം നേട്ടങ്ങൾക്കായി പലരും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ആ ഒരു സെക്യുലർ ഫാബ്രിക്, ഡെമോക്രാറ്റിക് ഫാബ്രിക് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ രാഷ്ട്രം ഇല്ല. We need to pray. We need to really pray. Prayer is also a very political act. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. So let us pray. നമ്മുടെ 4 കോൺഗ്രിഗേഷൻസിലെയും പ്രത്യേകിച്ച് ബെൽഫാസ്റ്റിലെയും എല്ലാ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സണ്ണീച്ചനെ പ്രത്യേകം പ്രാർത്ഥിക്കാം. He needs our prayers. അലക്സച്ചനെ പ്രാർത്ഥിക്കാം, പോൾസിംഗച്ചനെ പ്രാർത്ഥിക്കാം, അബുവച്ചനെ പ്രാർത്ഥിക്കാം, ദിയോണച്ചനെ പ്രാർത്ഥിക്കാം, ഷെമിലച്ചനെ പ്രാർത്ഥിക്കാം. ഷെമിലച്ചന്റെ എയ്മൻ പ്രോജക്ട്സിനെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പലരും നമ്മുടെ ജീവിത പങ്കാളികളുടെ വിസായ്ക്കായി പ്രാർത്ഥിക്കുന്നവരാണ്. അതിന്റെ പ്രോസസ്സൊക്കെ പതുക്കെ ആരംഭിക്കുന്നു. ഫ്ലൈറ്റ്സ് ഒക്കെ ആരംഭിക്കാൻ പോകുന്നുവെന്ന ശ്രുതി കേൾക്കുന്നു. വി ഡോണ്ട് നോ വെൻ ഇത് സംഭവിക്കുമെന്ന്. Let us pray. Safe and if possible swift. ദൈവം ജീവിത പങ്കാളികളെ കൂടെ കൊണ്ടുവന്ന് അവർക്കെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും ഒക്കെ ജീവിക്കുവാൻ സാധിക്കണം. മക്കൾക്കായി ആഗ്രഹിക്കുന്നവർ, വിവാഹത്തിനായി ഒരുങ്ങുന്നവരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കാം. വിവാഹത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു തടസ്സങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് കുടുംബജീവിതത്തിന്റെ വലിയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്കിടയാകും. Let us pray for them. ഈ ദിവസങ്ങളിൽ പലരും വീട് മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരാണ്, വീട് മാറാൻ ഒരുങ്ങുന്നവരാണ്. കോവിഡിന്റെ റിലാക്സേഷൻ ഒക്കെ ഇപ്പൊ ആരംഭിക്കുമ്പോൾ പലരും ഹൗസ് ഷിഫ്റ്റിംഗ് ഒക്കെ ക്രമീകരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ അവർക്കും ആവശ്യമാണ്. നമ്മൾ ശ്രമിച്ച വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. We have a very costly call. വളരെ റിസ്കിയാണ്. ഭൂമിയുടെ ഉപ്പ് ഇല്ലാതെയായി തീർന്ന് ഭൂമിയെ ഫലഭൂയിഷിലേക്ക് നയിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുകളെ ഫലഭൂയിഷിലേക്ക്, ജീവനിലേക്ക് നയിക്കുവാൻ നമുക്ക് ഇടയാകണം. വെളിച്ചം ഇരുട്ടിൽ പ്രത്യാശ പകരുന്നത് പോലെ നമുക്കും പ്രത്യാശ പകരണം. ഇറ്റ്സ് എ ബേണിംഗ് എക്സ്പീരിയൻസ്. പൊള്ളുന്ന അനുഭവമാണ് വിളക്കിന്റെ അനുഭവം. പക്ഷേ ഈവൻ ദോ വി ബേൺ, ആ ബേണിങ്ങിലൂടെ പ്രത്യാശ പകരുവാൻ നമുക്ക് സാധിക്കണം, പ്രകാശം പരത്തുവാൻ സാധിക്കണം. എല്ലാത്തിലുപരിയായി വർക്ക് ഫോർ ദ നൈറ്റ് ഇസ് കമ്മിങ്. മോർണിംഗ് അവേഴ്സ് ആണെങ്കിലും, നൂണിലാണെങ്കിലും, സന്ധ്യയ്ക്കാണെങ്കിലും, ട്വൈലൈറ്റിലാണെങ്കിലും, ലെറ്റ് us keep working for the night is coming. ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. In silence. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ.
ദൈവം നമുക്ക് നൽകിയ അനവധി ഉപകാരങ്ങൾക്കായി നന്ദി കരയറ്റാം. പ്രത്യേകിച്ച് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മളെ വീണ്ടെടുത്തു. ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി കരയറ്റാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നാം നമ്മുടെ ഓഡിയോസ് മ്യൂട്ട് ആണെങ്കിലും let us join together in this prayer in unison. സ്തോത്ര പ്രാർത്ഥന, പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള പിതാവേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യര അടിയാരോടും സകല മനുഷ്യരോടും നന്മയ്ക്കായും മനഃപൂർവ്വമായിട്ടും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുക്കുന്നതിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും ആ വഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിരുമുൻപാകെ നടന്നു. അത്തരങ്ങൾ കൊണ്ട് മാത്രമല്ല നടപ്പിലും പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നെ അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധ ബഹുമാനം മഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ഒരു ഓഫറിംഗ് ആയ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങളുടെ പൊതുവ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾ കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാട് ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി. ഗൃഹലോകത്ത് സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ വെളിച്ചമായി ബർണ്ണബാസിനെ പോലെ ജീവിക്കുവാനുള്ള നിയോഗത്തോടൊപ്പം ഇന്നും എന്നും എല്ലാ കാലം ഉണ്ടായിരിക്കുമാറാകട്ടെ. നോട്ടീസിനുള്ള സമയമാണ്. എന്തെങ്കിലും അനൗൺസ്മെന്റ്സ് ഉണ്ടെങ്കിൽ സുല്ലച്ചാൻ സെക്രട്ടറി പറഞ്ഞാട്ടെ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ വീട്ടുപ്രാർത്ഥന 4ാം ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം, നമ്മുടെ AGMന്റെ ഡീറ്റെയിൽസ് പിന്നെയും കണ്ടിന്യൂ ചെയ്യേണ്ടി വരികയും തോന്നുന്നു നമ്മുടെ സർക്കുലർ അനുസരിച്ച്. അതുകൊണ്ട് അത് അടുത്ത 2 monthsനകത്ത് തീരുമാനിക്കും. പ്രാർത്ഥനയുടെ കാര്യം ഓർക്കുക, 4ാമത്തെ ശനിയാഴ്ചയാണ്. അതുപോലെ തന്നെ AGMന്റെ കാര്യം വാട്സാപ്പിലൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കുക, വായിക്കുക, പ്രതികരിക്കുക. May God bless all of us. 283ാമത്തെ കീർത്തനം ഞാൻ പ്രസംഗമധ്യേ ഓർപ്പിച്ചതുപോലെ വർക്ക് ഫോർ ദ നൈറ്റ് ഇസ് കമ്മിങ്. ആ പാട്ടിന്റെ അർത്ഥം ഉൾക്കൊണ്ട് വർക്ക് ഫോർ ദ നൈറ്റ് ഇസ് കമ്മിങ്. ഇറ്റ്സ് ഷുവർ. നമ്മളിപ്പോൾ യുവാക്കളാണോ യുവതികളാണോ, നമ്മൾ മിഡിൽ ഏജിലാണോ പ്രായമായവരാണോ, അതൊന്നുമല്ല. ഇപ്പോൾ വി ഹാവ് എ കോൾ ടു വർക്ക്. പ്രഭാത മഞ്ഞിൻ കാലെ അത്തിച്ച സമയത്തും അസ്തമയത്തെങ്കിലും അധ്വാനം ചെയ്തുകൊൾ ചേർന്ന് പാടാം. Ooh.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.